മോർഗൻ ഹൗസിൽ എഴുതിയ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം, നോ വൺസ് ക്രേസി. പണത്തെക്കുറിച്ചുള്ള ഓരോരുത്തരുടെയും മനസ്സിലാക്കൽ വ്യത്യസ്തമാണ്. പണത്തോട് ഓരോരുത്തരുടെയും സമീപനം തികച്ചും വ്യത്യസ്തമാണ്. കാരണം അവർ ഓരോരുത്തരും തങ്ങളുടേതായ ജീവിതാനുഭവങ്ങളിലൂടെ മാത്രമാണ് അതിനെ പരിചയപ്പെടുന്നത്. നമുക്ക് അവൻ പെട്ടെന്ന് പണം കളഞ്ഞു, അവൾ പണം പാഴായി ചെലവാക്കി എന്നോ മറ്റോ തോന്നാം. പക്ഷെ അവർ അവരുടെ അനുഭവങ്ങൾ, പരിസരം, കുടുംബ പശ്ചാത്തലം, സാഹചര്യങ്ങൾ മുതലായവയുടെ അടിസ്ഥാനത്തിലാണ് അതുവരെ പഠിച്ചത്. അതിനാൽ അവരുടെ ധനകാര്യ തീരുമാനങ്ങൾ നമുക്ക് അസാധുവായി തോന്നുമ്പോഴും അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയാകും. പണവുമായി ബന്ധപ്പെട്ട സമീപനം അനുഭവങ്ങൾ നയിക്കുന്നു. നാം സ്കൂളിൽ പണത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. നമ്മുടെ ധനകാര്യ ശൈലി നാം നേരിട്ട നഷ്ടങ്ങൾ, സന്തോഷങ്ങൾ, ഭയങ്ങൾ, കമ്പനികളുടെ തകർച്ച, ബാങ്ക് ഫെയിലിയറുകൾ അല്ലെങ്കിൽ ഓഹരി നേട്ടങ്ങൾ മുതലായ അനുഭവങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. 3. ഒരേ സാമ്പത്തിക സ്ഥിതി, വ്യത്യസ്ത പ്രതികരണങ്ങൾ. 1990കളിൽ ജനിച്ചവരും 60കളിൽ ജനിച്ചവരും സമാനമായ സാമ്പത്തിക സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. 60കളിൽ വളർന്ന ഒരാൾക്ക് പണത്തിൻ്റെ കുറവാണ് യാഥാർത്ഥ്യം. 90കളിൽ വളർന്നവർക്ക് സാധ്യതകളാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഒരാൾ പണം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക, മറ്റൊരാൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. 4. ചരിത്രം ഒരേ വഴിക്ക് പാഠം പഠിപ്പിക്കില്ല. അവനവൻ തങ്ങളെ ബാധിച്ച ചെറിയ ചരിത്രം കാണുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ അവബോധം. 5. ധനകാര്യത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായതല്ല, അത് ആരും പരിചയപ്പെടുത്താത്ത വഴി മാത്രമാണ്. ഒരു വ്യക്തി നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പണം ചെലവഴിച്ചാൽ അതിനെ പറ്റിയില്ല, തെറ്റിച്ചു, പൊളിഞ്ഞു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ അതവനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിരിക്കാം. അതിൻ്റെ പിന്നിലുള്ള ഭയവും അനുഭവവും നമ്മൾ കാണുന്നില്ല. 6. ധനശാസ്ത്രം എന്നത് ലജ്ജാശാസ്ത്രമല്ല, അത് മനഃശാസ്ത്രമാണ്. മാർഗൺ പറയുന്നു, ധാരാളം ബുദ്ധിയുള്ള ആളുകൾ പോലും വലിയ സാമ്പത്തിക തെറ്റുകൾ നടത്തുന്നു. കാരണം അവർ പണത്തെ ഒരു തോഴനായി കാണുന്നില്ല, ശത്രുവായി കാണുന്നു. അതിനാൽ ബുദ്ധിക്കുള്ളതല്ല പണത്തിൽ വിജയിക്കുക, ശാന്തമായ മനസ്സും നല്ല പെരുമാറ്റവുമാണ് അതിൻ്റെ രഹസ്യം. 7. മറ്റുള്ളവരുടെ പിഴവുകൾ ഞങ്ങൾ കാണുന്നു, നമ്മുടേത് ന്യായീകരിക്കുന്നു. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നമ്മൾ ഫലങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്തും. നമ്മുടെ തീരുമാനങ്ങൾ മനസ്സിലുള്ള ഉദ്ദേശം ഉപയോഗിച്ച് വിലയിരുത്തും. അതുകൊണ്ടാണ് അവൻ പറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ശ്രമിച്ചപ്പോൾ അതാണ് ശരിയായ വഴി എന്ന് കരുതുന്നത് എന്നാകുന്നത്. 8. ധനകാര്യത്തിൽ മനുഷ്യത്വം വളർത്തുക, എംപതി മാറ്റേഴ്സ്. നാം ആരുടെയും ധനകാര്യ തീരുമാനങ്ങൾ അലസതയാൽ, അശ്രദ്ധയാൽ, അജ്ഞതയാൽ എന്നോ തെറ്റായ ബുദ്ധിയാൽ എന്നോ കുറ്റപ്പെടുത്താൻ ശ്രമിക്കേണ്ട. മനുഷ്യരെ മനസ്സിലാക്കുക, അവരുടെ അനുഭവങ്ങൾ തിരിച്ചറിയുക, സ്വകാര്യമായ യാത്രയ്ക്ക് ബഹുമാനം നൽകുക. ഇതാണ് സുസ്ഥിരമായ സാമ്പത്തിക ബോധം വളർത്താനുള്ള മാർഗം. പണം ഒരേപോലെ എല്ലാവർക്കും ഒരേ മാത്രം അർത്ഥമില്ല, അതിൻ്റെ ഉപയോഗവും ഒരുപോലെ വേണ്ടതുമല്ല. അതിനാൽ പണം തന്മാത്രമായ കണക്കുകൾ ഉപയോഗിച്ച് പഠിക്കേണ്ടതല്ല. ജീവിതാനുഭവങ്ങൾ, പെരുമാറ്റശാസ്ത്രം, സഹനബോധം എന്നിവ കൂട്ടിച്ചേർത്ത് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുവാൻ കഴിയുക. ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിജയം തന്നെ ഉറപ്പാണ്. ഇതുപോലെ ഓരോ അധ്യായവും വ്യക്തതയോടെയും ജീവിത അനുഭവങ്ങളുടെയും കൂടി ചിന്തിച്ചാൽ മാത്രമേ പണത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പങ്കുവെക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്